ഒരു ചായയൊക്കെ ഇട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ വീടിൻ്റെ ഓണർ ഇവിടെ ഇരിക്കുന്നവരെ ഓർത്ത് വയ്ക്കും വൈകുന്നേരം. ഇപ്പം എൻ്റെ വീട് ഇതായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തോട്ടേ പോകത്തില്ല. ഞാൻ ജോലി പോലും ചെയ്യത്തില്ലായിരുന്നു. ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ. നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ, പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ അവധി ആയതുകൊണ്ട് ഇവരെ കൊണ്ടൊന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതായത് പോർട്സ്മൗത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റോളം യാത്ര ചെയ്തിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു ഗ്രാമപ്രദേശത്തിലേക്കാണ് ഇന്ന് നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ സുമി മക്കൾസാണ് ഇന്ന് കൂടെയുള്ളത്. നമ്മളിപ്പോൾ പോകുന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുമല്ലാത്തൊരു റോഡിൻ്റെ നടുക്ക് ചെന്ന് നിൽക്കും. ആദ്യമേ ചെക്ക് ചെയ്തപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് കാർ പാർക്ക് ഇട്ടുവാണ് ആരെങ്കിലും ഇൻ കേസ് ഇവിടെ വരുവാണെങ്കിൽ വരാൻ വേണ്ടിയിട്ട്. ഇത് പെറിൻ സ്കൂൾ കാർ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാർ പാർക്കിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ മൺഡേ ടു സാറ്റർഡേ മാത്രമേ അവർ ചാർജസ് നമുക്ക് പാർക്ക് ചെയ്യുന്നതിന് ഈടാക്കുന്നുള്ളൂ. ബാക്കി സൺഡേയിലും ബാങ്ക് ഹോളിഡേയ്സിലും നമുക്ക് പാർക്കിങ് ഫ്രീ ആണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 18 മിനിറ്റോളം നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. നടക്കുന്നത് മുഴുവൻ ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമത്തിൽ കൂടെയാണ് നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ആ കാഴ്ചയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത പാടെ ഇറങ്ങുന്നത് ഇതുപോലുള്ളൊരു ചെറിയ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് കടകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. നമ്മൾ നടന്നു പോകുന്ന രണ്ട് സൈഡിലും നമുക്ക് അത്യാവശ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ഫ്രണ്ടിൽ കാണുന്ന അതെല്ലാം റെസ്റ്റോറൻറ്റ്സ് ആണ്. പിന്നെ ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് വണ്ടി ഏകദേശം 2 മണിക്കൂർ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ പോയിട്ട് വരാൻ വേണ്ടി 2 മണിക്കൂറിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലാത്തതുകൊണ്ടാണ് നമ്മളവിടെ ലോങ് സ്റ്റേ കാർ പാർക്കിൽ കൊണ്ട് പാർക്ക് ചെയ്ത് കേട്ടോ. നമ്മൾ ഇതുപോലുള്ളൊരു സ്ഥലത്തൂടെ നടന്നു വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇവിടെ റിവർ സൈഡ് വോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ റിവർ സൈഡ് വോക്കിനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. യു ഗൈസ് റെഡി ഫോർ എ റിവർ സൈഡ് വോക്ക്? നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്കുള്ളൊരു വീട് കണ്ടോ. അപ്പം നമ്മൾ ഈ പോകുന്നത് ഇതുണ്ടാവും, ആരൽ വാലി ആൻഡ് മിലേനിയം ട്രെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. നമ്മൾ പോകുന്ന ഏകദേശം റൂട്ട് മാപ്പ് ഇതിൻ്റെ അകത്തൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ സ്ഥലം? നല്ല നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നവരാന്ന് തോന്നത്തില്ല. ഇങ്ങനെ നടക്കാൻ വരുമ്പോൾ ജസ്റ്റ് നടക്കാൻ മാത്രം വന്നിട്ട് സ്ഥലങ്ങളെല്ലാം കണ്ട് തിരിച്ചു പോകുന്നവരെ നമുക്ക് തോന്നും. ഒത്തിരി നേരം ഇങ്ങനെ നടന്ന് നല്ല സ്ഥലം, ഭയങ്കര ശാന്തമായ സ്ഥലം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ ഇതൊക്കെ കണ്ട് പഠിക്കണ്ടേ. കാരണം ഇവരെപ്പോഴും ഈ വീട് എന്നിട്ട് കുറച്ച് ചെറിയ പാർക്ക്, അതിനകത്ത് കുറച്ച് സ്ലൈഡ്സ്, അത് മാത്രമല്ല കാണുന്നുള്ളൂ. ഇതിലിങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും പുഴ, ചെളി, അതിനകത്ത് കുഞ്ഞു മീന്, ഇതെല്ലാം ഇതുങ്ങൾ കണ്ട് പഠിക്കണ്ടേ. സ്കൂളിൽ ഇങ്ങനെ കൊണ്ട് ഒരു കെട്ടിടത്തിനകത്ത് ഇരുത്തി ഇതുങ്ങളെ ഇതാണ് പുഴ, മീൻ എന്നൊക്കെ പഠിച്ച് ഇവരങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇവരെ പ്രകൃതി സ്നേഹികളാക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ സാധനങ്ങൾ പ്രകൃതിയിലുണ്ടോ ഇതുങ്ങൾ അറിയണം. അതെ, ഇപ്പൊ ഇവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി ആണോ. നമ്മൾ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ തോട്ടിലൊക്കെ പോയിട്ട് എത്ര നേരം കഴിഞ്ഞ് വിറച്ച് തിരിച്ചു കയറി വരുന്ന അവസാനം. അന്നേരം നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ജീവികളുണ്ടെന്നല്ല നമ്മൾ കണ്ടല്ല പഠിച്ചേ. അതെ, ഇതൊക്കെ ഒരു പഴയ മരം, ഇതിങ്ങനെ ചെരിഞ്ഞ് അതുപോലെ തന്നെ നിർത്തിയേക്കുവാണ്. ഇങ്ങനെ താഴോട്ട് ഒഴുകി പോകുന്നൊരു പുഴ. പക്ഷേ നല്ല രസം കേട്ടോ. ഇതിനോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കുക്കുനയ്ക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. മഴയില്ലാത്തപ്പോൾ 2 കുടയൊക്കെ അവർ കയ്യിലെടുത്തിട്ടുണ്ട് ഇൻ കേസ് പെയ്താൽ. നമ്മളങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്ക് നമുക്കിവിടെ കയറിയിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേണം നിൽക്കാം. അതുപോലെ ഇതിന് തൊട്ട് മുന്നിലൊരു ചെറിയ പാർക്കൊക്കെ ആയിട്ട്. നമ്മൾ അവിടെ നിന്ന് നടന്നു വരുന്ന സുമിയുടെ കണ്ണ് മിഴിഞ്ഞു പോയി കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെയുള്ളൊരു
വഴി ഇതുണ്ട്, 2 പാത്തയാണെന്ന് തോന്നുന്നത്. ഇത് പാത്തയാണോ? ഇതിൻ്റെ പേരിനടി സ്വാൻ. ഇവിടെ ഒരു സ്വാൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? പോക്കോ പിടിക്കില്ലേ, കൊത്തൂടി അതിന് തിന്നാനുണ്ടെന്നും കൊണ്ട്. ഇതേ പുഴ ചാടിയിട്ട് ആ വഴി അങ്ങ് പോവും. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. എൻ്റെ പൊന്ന, ഒരു രക്ഷയില്ല കേട്ടോ. സ്വാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഫുഡ് ഉണ്ടെന്നാ. ഈ പുഴ ഇങ്ങനെ ഒഴുകി വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇതുപോലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേരുന്നത്. കുക്കുവൊക്കെ സ്വാനിനെ കണ്ട് പേടിച്ച് മാറി നിൽക്കുക. എന്തിനാ പേടിക്കുന്നത്? അങ്ങോട്ട് വരത്തില്ലല്ലോ. എത്രയോ വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് കേട്ടോ. എൻ്റെ മേൽക്കൂരയൊക്കെ വേറെ ഏതൊരു വ്യത്യസ്തമായ രീതിയിലാണ് പണിതിട്ടുള്ളത്. അവരാണ് എന്തെങ്കിലും ഫുഡ് കിട്ടുന്നത് കൊണ്ടാണ് വരുന്നത്. നമ്മുടെ പുറകിൽ കാണുന്ന ഈ വീട്ടിൽ ആൾക്കാർ ഇപ്പോഴും താമസമുള്ളൊരു വീടാണ് കേട്ടോ. ആ കിച്ചണിൽ ഒരാൾ നിൽക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഏറ്റവും ഭാഗ്യമുള്ള ആൾ ജീവിക്കുന്ന വീട്. സത്യം. സ്വാനും കൂടെ വന്നു കേട്ടോ. സ്വാൻ നമ്മൾ നേരത്തെ അവിടെ കണ്ട സ്വാനാ അത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വെള്ളത്തിന് കുറച്ച് താഴ്ച കൂടുതലുണ്ട് കേട്ടോ, സൈഡിലേക്ക്. ഇതാണ് നമ്മൾ അവിടുന്ന് കുറച്ചിങ്ങ് മാറി കഴിയുമ്പോഴത്തേക്കും ആ വീട് കാണാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. എന്നെ കിണ്ണപ്പൻ ലൊക്കേഷനിലാന്ന് അയക്കി ഇരിക്കുന്നത്. അയക്കി എന്താ പറയുന്നുണ്ടായിരുന്നു? എന്നോടാ പറഞ്ഞേ? ട്രൗട്ടിനെ കണ്ടോ? ആ, ഞാൻ കണ്ടായിരുന്നു. ആണോ? ആ, നമ്മളിപ്പോൾ കണ്ടിട്ട് അവിടുന്ന് നടന്നു വന്ന കോട്ടേജ് 13-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ കോട്ടേജാണ്. അത് റീഫർബിഷ് ചെയ്തെടുത്താൽ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന ഈ വഴി മുഴുവനും ആ വന്ന നദി നല്ല വീതി കൂടി അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു വോക്കാണ് കേട്ടോ. ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇതുപോലൊരു വോക്കിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിട്ടില്ല. ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ സ്ഥലം ശരിക്കും കണ്ടുപിടിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പം തന്നെ ആദ്യം ഈ സ്ഥലത്തെത്തി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെ 5-6 മിനിറ്റ് പുറകോട്ടോടി വേറൊരു പാർക്കിങ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വരുന്നത് എന്നാണേലും ഒരു വർത്ത് വിസിറ്റാണ്. ഈ സ്ഥലത്ത് ജസ്റ്റ് വോക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. നമ്മൾ ഭയങ്കര പ്രകൃതി സ്നേഹികളായതുകൊണ്ട് ഇത് കാണുമ്പം ഭയങ്കര മനസ്സിന് സന്തോഷമാണ്. അത് ടൗണിൽ നിന്നൊക്കെ വിട്ട് ഒറ്റപ്പെട്ടൊരു ശാന്തമായിട്ടുള്ളൊരു ഗ്രാമം. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരെണ്ണം ഇവിടെ കിട്ടുന്നു. ഒരു മീനെ കണ്ടു. 2 മീനുകൾ ഇവിടെ കണ്ടില്ലല്ലോ. അവിടെ ഉണ്ട്. ആ, ഇവിടെ ഉണ്ട്. ക്ലിയർ സൈറ്റൊക്കെ ഇവിടെ കാണാൻ കിട്ടുന്നില്ല. ഇവിടെ ഉണ്ട്. ഓ, ശരി, ഒരു കുഞ്ഞു മീന്. ഇവിടെ ചെറിയുണ്ട്. പേടിയുണ്ടോ മീനിനെ? ഇവിടെ ഒത്തിരി സേഫാ. അതെ ഗൈസ്, ഈ സ്ഥലം കണ്ടിട്ടില്ല, നിറഞ്ഞിട്ട് വെള്ളമെല്ലാം കണ്ടിട്ട് ഞാൻ ഫീൽ ചെയ്തില്ല എനിക്ക് ഇവിടെ ജീവിക്കണം. കാരണം ഇവിടുത്തെ കോട്ടേജ് ഒത്തിരി ഡെക്കറേറ്റീവ്. ഇവിടെ മോർണിംഗിൽ രാവിലെ ആണെങ്കിൽ എണീറ്റിട്ട് ഏർലി മോർണിംഗ് ഒരു ചായ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വെള്ളം നോക്കിയിട്ട് കുടിക്കാൻ പറ്റുമോ? ഓ, ഇത് കിടു സ്ഥലമാ. ഓ, എല്ലാം റോഡ് ചെയ്യുന്ന ആള്. ഡക്കിന് ഫീഡ് ചെയ്യാൻ വേണ്ടി 1 പൗണ്ട് ഡൊണേഷൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫുഡ് എടുക്കാവുന്നതാണ്. ഇത് ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും.
ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പൗണ്ടിന് നമ്മൾ ഒരെണ്ണം എടുത്തു. എൻ്റെ പിള്ളേരെ കൊണ്ട് ഫീഡ് ചെയ്യിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്ക് പേടിയാ. ഈസിയാ, ഞാൻ പഠിപ്പിക്കാം. ഇങ്ങോട്ട് വാ, തൂക്ക് വാ. നീ ഇവിടെ വാ. ഒന്നും ചെയ്യൂല. ഈസി. നീ അവിടെ പോയി നിൽക്കുക, അവിടെ പോയി നിൽക്കുക. Coco, come here. I'll help you with that. നീ ഒട്ടുമില്ല, വേണോ? ഒട്ടുമില്ല. വേണം, മമ്മി വരെ ഫീഡ് ചെയ്തു. എനിക്ക് ഏറ്റവും പേടിയുള്ള ആള് ഞാൻ കൊടുത്തു. വേണോ? ഇരിക്കൂടെ തീർന്നത്. ഐക്യാണെങ്കിൽ അവിടെ പോയിട്ട് എല്ലാ താറാവിനെയും തീറ്റ കാണിച്ച് കൊതിപ്പിച്ച് ഇവിടം വരെ കൊണ്ടുവന്നു. ഇപ്പൊ എല്ലാ താറാവും അവന്റെ പുറകെയാ. അവിടെ മറ്റേ താറാവിനൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഏകദേശം ആ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ആ സ്ഥലം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് നമ്മൾ വന്ന് ചേർന്നത്. ഭയങ്കര ഒരു അനുഭവമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, നല്ല വോക്ക്, അടിപൊളിയായിരുന്നു സ്ഥലം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിള്ളേർ കുറേ എൻജോയ് ചെയ്തു കേട്ടോ. ഇത് നമ്മൾ ആ നദി പോലെ കണ്ടെടുത്തുനിന്ന് നടന്ന് വന്നിട്ട് ഇതുണ്ടോ, ഇതുപോലൊക്കെ ഒരു മരമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ എത്തുന്നത്. ഇനി ഈ വഴി നമുക്ക് മുന്നോട്ടേക്ക് നമുക്ക് നടന്നു പോവാം. ഇതുപോലെ ശാന്തമായിട്ടുള്ളൊരു വഴിയിലേക്കാണ് നമ്മൾ അവിടുന്ന് കയറുന്നത് കേട്ടോ. നടക്കാൻ വേണ്ടിയൊക്കെ വരാൻ വേണ്ടി ഒരു രക്ഷയില്ലാത്തൊരു പൊളി സ്ഥലമാണിത്. ഐക്ക് ഇഷ്ടപ്പെട്ടോടാ? ഇഷ്ടപ്പെട്ടോ എനക്ക്? എവിടെ പോവാ നീ ഇനി? ആണോ? ഹലോ ഗൈസ്, ഞങ്ങൾ ഡക്കിനില്ല താറാവിനെ ഫീഡ് ചെയ്യാൻ പോയി. ഞങ്ങളിപ്പം എല്ലാവരും ഇങ്ങനെ കയ്യിലിങ്ങനെ വെച്ച് എനിക്ക് പേടിയാണ് എൻ്റെ ബീക്ക് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യും. നമ്മളിങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് ഇവിടെ ഒരു വലിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ കളിക്കാവുന്ന ഒരു പാർക്കൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ മുകളിലായി നമ്മൾ നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. പക്ഷേ നടന്നൊട്ടും ബോറടിക്കുന്നില്ല. ചെറിയ തണുപ്പുണ്ട് കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ടെന്നല്ലാതെ മടുക്കാത്തത്. പക്ഷേ അവിടെ നമ്മൾ താറാവിനെ ഫീഡ് ചെയ്യുന്നിടത്തൊക്കെ ഒത്തിരി ടൈം നമ്മൾ നിന്നു. അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 15-20 മിനിറ്റോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് കാണുമായിരിക്കും. പക്ഷേ എങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മനോഹരമായ കാഴ്ചകൾ മാത്രം. ഇവിടെയുള്ള ഇത് പായലാണ്. പായൽ ചെറിയ എന്തോ ബുഷോ എന്താണ്, പക്ഷേ എന്ത് ഭംഗിയാന്ന് നോക്കിയത് കാണാൻ. വെള്ളത്തിന് അങ്ങോട്ട് ഒഴുകുന്നതിനനുസരിച്ചിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ അത് അങ്ങേ അറ്റത്തൊരു മീനുണ്ട് നിൽക്കുന്നത് കാണിച്ചത്. ഇതുണ്ട് ഒരു മീൻ. ഇത് ട്രോട്ടാന്ന് തോന്നുന്നത്. ആശാൻ ഭയങ്കര മടിയന കേട്ടോ. പതുക്കെ നീന്തി നിൽക്കുവാണ്. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മീൻ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഫിഷിങ് ചെയ്യരുതെന്ന് ഇവരെ എഴുതിയിട്ടുണ്ട്. നടന്ന് ഞങ്ങൾ ഇനി 26 മിനിറ്റാണ് കാണിക്കുന്നത് നമുക്ക് പാർക്കിങ്ങിലേക്ക് പോകാൻ വേണ്ടി കേട്ടോ. നമ്മൾ നടന്ന് ഇതുപോലുള്ളൊരു ഫുട്പാത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്.
മുകളിൽ നല്ല അടിപൊളി ഫീൽഡാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഡിസ്റ്റൻസ് ഇനിയിപ്പോ ടൈം ഫോർ ഫുഡാ. എന്നെ മടുത്തോ? ആണോ? ഞങ്ങൾ നടപ്പൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഇവിടെയുള്ള ഒരു പബ്ബിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അതിൻ്റെ മെനുവിലുള്ളത് ഇതാണ്. സൺഡേ റോസ്റ്റ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇംഗ്ലീഷ് ബിയർ ലണ്ടൻ പ്രൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബിയർ ട്രൈ ചെയ്യുവാണ് കേട്ടോ, ഇവിടെ കയറിയ പബ്ബിൽ നിന്ന്. നമ്മുടെ സാധാരണ ബിയറിൻ്റെ ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണ് ഇത്. ഗിന്നസിൻ്റെ ബിയറിൻ്റെ അതിൻ്റെ സെയിം ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ കൊള്ളാം. നല്ല ആംബിയൻസ് അല്ലേ? സൂപ്പർ. ഇതാണ് ഐക്കിക്ക് വന്നിട്ടുള്ള കിഡ്സിൻ്റെ ഒരു ഇത് ചിക്കൻ്റെ റോസ്റ്റാണ്, ഒരു യോർക്ക്ഷയർ പുഡിങ്ങും എല്ലാമായിട്ട്. അതുപോലെ അഡൾട്ടിൻ്റെ കുറച്ചും കൂടെ വലിയൊരു പ്ലേറ്റ്. ഞാൻ പോർക്കിൻ്റെ റോസ്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നു. പോർക്ക് ഇന്ത്യൻ റോസ്റ്റാണ് ഞാൻ പറഞ്ഞത്. സംഭവം കൊള്ളാം, അടിപൊളി. ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഒരു പബ്ബിൽ കയറി ഫുഡ് കഴിക്കുന്നത്. ഞങ്ങളിത് കഴിഞ്ഞ് വെച്ചിട്ട് ഒരു പുഡിങ് ഓർഡർ ചെയ്ത കുക്കീസാണ് കേട്ടോ. അതുപോലെ കുക്കുവിന് ചീസ് കേക്ക്, ഐക്കിക്ക് ബ്രോഡി, സുമിക്കും കുക്കീസ്. അങ്ങനെ ഏകദേശം ഒരു 5 മണിക്കൂറോളം എടുത്തു കേട്ടോ. ഞങ്ങൾ മൊത്തം അവിടെ നിന്നെല്ലാം കറങ്ങി നേരത്തെ കണ്ട സ്ഥലത്ത് പോയി ഫുഡൊക്കെ അടിച്ചിട്ട് ഇതേ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിലേക്ക്. ഇവിടുന്ന് ഒരു 40-45 മിനിറ്റോളം ഡ്രൈവ് ഉണ്ട് നമുക്ക് വീട്ടിലേക്ക്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.